എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 2-ലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോത്ഭവൈഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. ഏവം ഭൂതമനോജ്ഞതാനവ സുധാ നിഷ്യന്ത സന്തോഹനം. ഇങ്ങനെയെല്ലാം മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും ത്വദ്രൂപം അങ്ങയുടെ സ്വരൂപം പരചിദ്രസായനമയം പരമാനന്ദരസം നിറഞ്ഞ, അതായത് പരബ്രഹ്മരസായനമായ, ചേതോഹരം മനോഹരം, ശൃണ്വതാം മതിം സദ്യ കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു, പ്രേരയതേ പ്രേരിപ്പിക്കുന്നു, മദയതേ മദിപ്പിക്കുന്നു, അതായത് ആനന്ദപരവശരാകുന്നു എന്നർത്ഥം. രോമാഞ്ചയത്യംഗകം, അംഗകം രോമാഞ്ചയതി സർവാംഗങ്ങളിലും രോമാഞ്ചമണിയിക്കുന്നു. ആനന്ദമൂർച്ഛോത്ഭവൈ അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന, ശീതബാഷ്പവിസരൈ കുളിർത്ത കണ്ണീരിൽ ആറാടിക്കുകയും, വ്യാസിഞ്ചതി അപി ചെയ്യുന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്നിട്ട് അർത്ഥം ചേർത്ത് ചിന്തിക്കണം. അതായത് ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു. അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ഛയിലുത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു. അതായത് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ 2 ശ്ലോകത്തിൽ വിശദമായി വർണ്ണിച്ചു. ഭഗവാന്റെ രൂപം എങ്ങനെയാണെന്ന് വീണ്ടും പറയാണ്. മനോജ്ഞമാണ്. ഭഗവാന്റെ ശരീരകാന്തി അമൃതപ്രവാഹം വർഷിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ആ പരമാനന്ദരസം നിറഞ്ഞ ഭഗവാന്റെ രൂപം ചേതോഹരം, നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കുന്നതാണ്. ഇനി അതിനെക്കുറിച്ച് ആരെങ്കിലും വർണ്ണിക്കുകയാണെങ്കിലോ അത് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്നു. ധ്യാനം പല ആചാര്യന്മാർ പലതരത്തിൽ പല പ്രാവശ്യം നമുക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും കൈകൾ ചിന്മുദ്രയിൽ പിടിച്ച് ചമ്മണം പടിഞ്ഞ് നിവർന്നിരുന്ന് അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാന്റെ ആ അംഗോപാംഗ വർണ്ണന കേൾക്കുമ്പോൾ നമ്മൾ അതിനങ്ങനെ ലയിച്ചിരിക്കാറില്ലേ? അതാണിവിടെ പറയുന്നത്. അങ്ങയുടെ ചേതോഹരമായ ആ സ്വരൂപം കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. അത് കേട്ട് കഴിഞ്ഞാലോ അവരുടെ മനസ്സ് ആനന്ദപരവശതയിൽ ആറാടുന്നു. അവരുടെ ശരീരത്തിലോ രോമാഞ്ചമുണ്ടാകുന്നു. അങ്ങനെ ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമൂർച്ഛയിൽ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പ്രവഹിക്കുന്നു എന്ന് പറയാം. ഇത് ശരിക്കും അനുഭവിച്ചവരുണ്ടായിരിക്കും പലരും. കാരണം 2-3 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് സഹസ്രനാമമൊക്കെ ചൊല്ലി ഭഗവാന്റെ ആ തിരുനടയുടെ മുന്നിൽ അങ്ങോട്ട് എത്തുമ്പോൾ
കണ്ണങ്ങട് നിറഞ്ഞു പോകുന്നൊരവസ്ഥ അനുഭവിച്ചവരുണ്ടായിരിക്കും. സത്യത്തിൽ ഒന്നും പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടാവില്ല. ഭഗവാനെ ഒന്ന് കാണണം തൊഴണം എന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നു. പക്ഷേ എന്തിനാ കരയണേന്ന് നമുക്ക് പോലും അറിയില്ല. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകും. നമുക്ക് എന്തിനാ നമ്മൾ കരഞ്ഞെന്ന് മനസ്സിലാവില്ല. അത് തന്നെയാണ് ഈ ശ്ലോകം പറയണേ. സത്യത്തിൽ അതാണ് ഉത്തമ ഭക്തി. കാരണം നമ്മൾ ഒരുപാട് ഭഗവത് കഥകൾ കേട്ടു, പലതും മനസ്സിലിട്ട് അങ്ങനെ ഉരുട്ടി, അതായത് മനനം ചെയ്തു, വീണ്ടും വീണ്ടും ആ കഥകളെക്കുറിച്ച് ആലോചിച്ചു, ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം നമുക്കത് അനുഭൂതി നൽകുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ ആനന്ദബാഷ്പം ഉണ്ടാകുന്നത്. സങ്കടം കൊണ്ടൊന്നും അല്ല കരയണേ. എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാലോ നമ്മൾ വിതുമ്പി കരഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കണ്ണുകൾ അങ്ങനെ നമ്മൾ അറിയാതെ നിറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭക്തി. ആ ഒരു ഭക്തിയുടെ ഉന്നതിയിലെത്തുന്നവർക്ക് മാത്രമേ അവിടെ എത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകൂ. ഒന്നും ചോദിക്കാനില്ലാത്തൊരവസ്ഥ ഭഗവാൻ ഇങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ. എന്നാലോ വല്ലാത്ത ഒരു അനുഭൂതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ തണുത്ത കണ്ണുനീർ എന്നാണ് ഇവിടെ പറയുന്നത്. ശീതബാഷ്പ വിസരൈരാനന്ദമൂർച്ച. ശീതബാഷ്പം ആലോചിച്ചു നോക്കൂ. സാധാരണ കരയുമ്പോൾ ചൂടുള്ള കണ്ണുനീരാ പുറത്തേക്ക് ചാടുക. ഇവിടെ എന്താ പറയുന്നത്? തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ നമ്മൾ സ്വയം നനയ്ക്കപ്പെടുന്നു. അതാണ് ആനന്ദബാഷ്പവും വിഷമം വന്നിട്ട് കരയുമ്പോഴുള്ള കണ്ണുനീരും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതുവരെ അനുഭവം ഉണ്ടാവാത്തവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ ഗുരുവായൂർ ചെന്ന തിരുനടയിലെത്തുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ആരുടെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നമ്മുടെ ഭക്തിയുടെ പാരമ്യതയാണ്. എന്തിനാ കരഞ്ഞെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഭഗവാനെ കണ്ടപ്പോൾ എന്തോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയില്ലേ കൃഷ്ണ, അങ്ങയെ എനിക്കൊന്ന് ശരിക്ക് കാണാൻ പോലും പറ്റിയില്ലാലോ എന്ന് നമുക്ക് തോന്നും. ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും ഭക്തന്മാർക്ക് മതിയാവില്ല. കേട്ട് കഴിഞ്ഞാലോ അവർ ആനന്ദപരവശരായി രോമാഞ്ചമുള്ള ശരീരമുള്ളവരായി തീരുന്നു. അത് വല്ലാത്തൊരാനന്ദമൂർച്ഛയാണ്. അതിൻ്റെ അനന്തരഫലമാണ് ഈ ആനന്ദബാഷ്പം കണ്ണുകളിൽ വരുന്നത്. ഇനി നമ്മൾ ലൗകികരല്ലേ, അഥവാ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കളങ്കത്തിൻ്റെ ചെറിയ ഒരു പൊട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ആ ആനന്ദബാഷ്പത്തിലൂടെ നമുക്കങ്ങോട്ട് കഴുകിക്കളയാൻ കഴിയും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.